ഇതിപ്പോ ഇവിടെ വലിയൊരു കാട്ടുപോത്തിനെ കണ്ടു. ഒരു കുഞ്ഞുണ്ട് കേട്ടോ കൂടെ. എല്ലാവർക്കും അരുൺ ജോർജ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു മൈസൂർ ഊട്ടി ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ മൈസൂർ എത്താറായി. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സ്റ്റേ അടിച്ചിട്ട് നാളെ ഊട്ടിക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞത് നമ്മുടെ ഗൂഡല്ലൂർ വഴിയാണ് വന്നത്. അതായത് നമ്മുടെ പെരിന്തൽമണ്ണ, വഴിക്കടവ്, ഗൂഡല്ലൂർ അങ്ങനെയാണ് വന്നത്. അപ്പോൾ പിന്നെ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തന്നെ ഊട്ടി പോകാനാണ് പ്ലാൻ. ഞാൻ മൈസൂർ എന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വീഡിയോ ആണ്. ഞങ്ങളിപ്പം നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് പോകുന്ന വഴിയുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വഴിക്കടവ് എത്തുമ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടെ ഇ പാസ് ചോദിക്കും. തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് ഏത് വഴിയും നമ്മൾ എൻ്റർ ചെയ്താലും, ഏത് ചെക്ക് പോസ്റ്റ് വഴി എൻ്റർ ചെയ്താലും ഇ പാസ് നിർബന്ധമാണ്. ഇ പാസ് എടുക്കാൻ ഏകദേശം 10 തൊട്ട് 15 മിനിറ്റ് വരെ ടൈം എടുക്കും. കുറച്ച് ഡീറ്റെയിൽസ് അവർ ഫില്ല് ചെയ്യാനുണ്ട്. നേരത്തെ ഇ പാസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇ പാസ് എടുത്തിരുന്നു. ഞങ്ങളിപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഗുണ്ടൽപേട്ട് പോണ റൂട്ടിലാണ്. ഇപ്പോൾ മുതുമലൈ നാഷണൽ പാർക്ക് കൂടെയാണ് പോണേ. അപ്പോൾ ഇപ്പം മൃഗങ്ങളെ ഒന്നും കാണാനില്ല. ഇപ്പം കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഭാഗ്യമുണ്ടി കാണും. ഞാൻ 2 വർഷം മുമ്പ് പോയപ്പോൾ ഒരു നട്ടുച്ച സമയത്ത്, ഈ സമയത്തൊക്കെ തന്നെയാണ് പോയത്, ഡിസംബറിൽ. അന്നേരം നിറയെ മൃഗങ്ങളെ കാണാറുന്നു. ആനേനെ കണ്ടു, മ്ലാവിനെ കണ്ടു, കാട്ടുപന്നി, അങ്ങനെ എല്ലാത്തിനും കണ്ടു. പക്ഷെ ഇപ്പോൾ ഈ വൈകുന്നേരം ടൈമിൽ ഇപ്പോൾ ഒരു 4 ടൈം കഴിഞ്ഞു, ഒരൊറ്റ മൃഗത്തെ കാണാനില്ല. എന്തെങ്കിലും കാണുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് മാനുകളുടെ കൂട്ടത്തെ കാണാം. അതെ, മാനുകളെ ഇപ്പം ക്ലിയർ ആയിട്ട് കാണാം. നേരത്തെ ഭയങ്കര ചെറുതായിട്ടുണ്ട്. ഇതിപ്പോൾ വീണ്ടും മാൻകൂട്ടത്തെ സ്പോട്ട് ചെയ്തേക്കാണ്. ദേ 2 കാട്ടുപന്നികൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. രണ്ടിനും വലിപ്പം നോക്കി. ദേ വീണ്ടും മാൻകൂട്ടം. നമ്മൾ ഈ വഴി പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് മാനുകളെയാണ്. മാനുകളെ കണ്ടത് നമ്മൾ ശരിക്കും മടുക്കും. അങ്ങനെ ഒരു മയില് ഞങ്ങൾക്ക് പോസ് ചെയ്ത് തരാൻ വേണ്ടി റോഡിൻ്റെ സൈഡിൽ തന്നെ വന്ന് നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ബന്ദിപ്പൂർ വനത്തിൽ വെച്ച് നമ്മളൊരു കാട്ടാന കൂട്ടത്തെയും കണ്ടിരിക്കുകയാണ്. മൊത്തം ഒരു 3-4 ഉണ്ട്.
ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കാട്ടുപോത്തിനെ കണ്ടു. നല്ല വലിപ്പമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഒരു കുഞ്ഞുണ്ട് കേട്ടോ കൂടെ. ആ അതെ, നന്നായിട്ട് പോസ് ചെയ്ത് തന്നു. ആ എന്തായാലും പോസ് ചെയ്ത് തന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടല്ല, കൊമ്പൊക്കെ കുലുക്കി പോകണ്ട്, ഇഷ്ടപ്പെടാത്തോണ്ട്. അതിന് വീഡിയോ എടുക്കണ ഇഷ്ടമല്ല കേട്ടോ, ദേഷ്യമാണ്. ഞാനിപ്പോൾ ചാമുണ്ഡി ഹിൽസിലെ ചാമുണ്ടേശ്വരി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും. 8 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ വരാനുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട് ടെമ്പിളിൽ. പിന്നെ ഇവിടെ വ്യൂ പോയിന്റിൽ നല്ല ആൾക്കാരെ കണ്ടു. അപ്പോൾ വ്യൂ പോയിന്റിൽ ചെന്ന് നമുക്ക് മൈസൂരിൻ്റെ കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും, മൈസൂർ സിറ്റിയുടെ. അപ്പോൾ വ്യൂ പോയിന്റിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നല്ല മനോഹരമാണ്, മൈസൂർ സിറ്റി നന്നായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ടെമ്പിളും പരിസരവും ഞാനിപ്പോൾ കാണിക്കാം. അത്യാവശ്യം നല്ല ക്രൗഡാണ്. നൈറ്റ് 9 PM വരെ ഇവിടെ ടെമ്പിൾ ഓപ്പണാണ്. ടെമ്പിളിലേക്ക് കയറുന്നതിൻ്റെ വഴിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചാമുണ്ഡി ഹിൽസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നല്ല മനോഹരം അവിടെ വന്നിരിക്കുക. പിന്നെ ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചറും ഇച്ചിരി കൂളാണ്. 20°C ഉള്ളൂ. അത് നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കും. ഇവിടെയാണ് ഞങ്ങൾ മൈസൂർ റൂം എടുത്തത്. ഈ ഹോട്ടലിൻ്റെ പേര് റെസിഡൻസ സമസ്ത പാലേഷ്യൽ എന്നാണ്. ഇവിടെ റൂംസൊക്കെ നല്ലതാണ്, പക്ഷേ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ മഹാബോറാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ് റൂം എടുത്തത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രാവിലെ ഒരു 7:45 ഓർഡർ ചെയ്തിട്ട് 9 മണിയായപ്പോഴാണ് കൊണ്ടുവന്നത്. അത് ഒരു വായിക്ക് കൊള്ളില്ല, വായിൽ വയ്ക്കാൻ കൊള്ളില്ല. ബിൽഡിംഗ് ഒക്കെ നല്ല അത്യാവശ്യം പുതിയ പ്രോപ്പർട്ടി, അതുകൊണ്ട് അത്യാവശ്യം നല്ല നീറ്റൊക്കെയാണ്. പിന്നെ ഞാൻ ബാൽക്കണി ഉള്ള റൂം മറന്നു ബുക്ക് ചെയ്ത്. എന്നിട്ട് ഇവരിവിടെ തന്നത് സാധാ റൂം. കാര്യം വലിയ വിൻഡോയൊക്കെ ഉള്ള, പക്ഷേ ബാൽക്കണി ഉള്ള റൂം തന്നില്ല. എനിക്ക് വേണം വൈകി എത്തിയോണ്ട് ആ റൂം വേറെ ആർക്കെങ്കിലും കൊടുത്തു. അപ്പോൾ ഞങ്ങൾ 2 റൂം വിത്ത് ബാൽക്കണി ഉള്ള റൂമാണ്, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഒരു റൂമിൽ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറെ പുറത്ത് പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മൊത്തത്തിൽ സർവീസ് മോശമാകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും വളരെ ലേറ്റായിട്ട് അവർ ചെയ്യണം. പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രശ്നം. ഒരു നല്ല ഫുഡും കിട്ടില്ല, സമയത്തിന് തരൂല. ഞങ്ങൾ മൈസൂരിൽ നിന്ന് ഊട്ടിക്ക് പോവാണ്. അപ്പോൾ ഊട്ടിക്ക് സാധാരണ മൈസൂരിൽ നിന്ന് എല്ലാവരും പോണത് ഗൂഡല്ലൂർ വന്നിട്ടാണ്. അത് ഗൂഡല്ലൂർ ചെല്ലാണ്ട് തന്നെ വേറെ റൂട്ടാണ്, മുതുമലയിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോണ റൂട്ടത്. ഈ മുതുമലയിൽ നിന്ന് നമ്മൾ ഊട്ടി പോണ വഴി എന്ന് പറഞ്ഞാൽ മസനഗുഡി വഴിയാണ് പോണത്. അപ്പോൾ ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്.
ഊട്ടിയിൽ വന്നിട്ട് ഏകദേശം മൂഞ്ചി പോയി എന്ന് തന്നെ പറയാം. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇന്ന് ഡിസംബർ 27 കാരണം ഉള്ള എല്ലാ ടൂറിസ്റ്റുകളും ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ പോയേക്കുക. ട്രാഫിക് മെയിൻ ജംഗ്ഷൻസിലൊക്കെ ഊട്ടി സിറ്റിയിലും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റുള്ള. ഇപ്പോൾ ഊട്ടിയിലെ ടൗണിലാണ്. അപ്പോൾ ടൗണിൽ ഞങ്ങൾ നൈറ്റായിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ 11 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഊട്ടിയിൽ എവിടെയെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഊട്ടിയിൽ അധികാരം പോകാത്ത സ്ഥലം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ എമറാൾഡ് ലേക്ക് കണ്ടു. എമറാൾഡ് ലേക്ക് ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാറിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറകെ കാണുന്ന വ്യൂ പോയിന്റ് ഏത് ലേക്കിൻ്റെയാണെന്ന് എനിക്ക് അറിയില്ല. എന്നുവെച്ചാൽ ഇവിടെ അവലാഞ്ച് ലേക്കും എമറാൾഡ് ലേക്കും ഏകദേശം ഒരേ സെയിം സ്ഥലത്തൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എഴുതി വെച്ചാണ്. അപ്പോൾ ഈ പുറകെ കാണുന്ന ഏതെങ്കിലും ആയിരിക്കും അവലാഞ്ച് ലേക്ക് അല്ലെങ്കിൽ എമറാൾഡ് ലേക്ക്, ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തേക്കും. എന്തായാലും നല്ല വ്യൂ പോയിന്റാണ്. ഈ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു മലയും കാണാൻ പറ്റും. നല്ല രസമാണ്, നല്ല വ്യൂ അവിടെ. ഞാനിപ്പോൾ ഊട്ടിയിലുള്ള എമറാൾഡ് ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ അധികം ടൂറിസ്റ്റുകളൊക്കെ വരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയായാലും അധികം ടൂറിസ്റ്റ് വണ്ടികളൊന്നും കണ്ടില്ല. പക്ഷേ ഊട്ടി ടൗണൊക്കെ ഫുൾ ക്രൗഡഡ് ആണ്. ഹോട്ടൽസൊക്കെ ഫുൾ എല്ലാം ഫില്ലാണ്. ഊട്ടി ടൗണിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ നമ്മൾ ക്യൂ നിൽക്കണം. നല്ല റെസ്റ്റോറൻറ്റൊക്കെയാണ്. പക്ഷേ ഇവിടേക്കൊന്നും അധികം ആൾക്കാർ വന്നില്ല. ഇവിടെ നല്ല രസമുണ്ട്. ഇത് ലേക്കിൻ്റെ തൊട്ടടുത്തായിരിക്കും. തൊട്ടടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. നല്ലൊരു പ്രത്യേക കളറാണ്. ഒരു എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞ കളർ കൊണ്ടാണ് ആ പേര് വന്നത്, എമറാൾഡ് ലേക്ക്.
ഈ എമറാൾഡ് ലേക്കിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന നല്ല രസം, നല്ല കാം ആൻഡ് പീസ്ഫുൾ. ഇവിടെ ആരുമില്ല നിങ്ങളെ ശല്യം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ഈ ഊട്ടിയിൽ ഏറ്റവും പീക്ക് ടൈം ആണുണ്ട്. അത്രയ്ക്ക് തിരക്ക് ഊട്ടി ടൗണിലും ബാക്കി മെയിനുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനിലും. അപ്പോൾ ഇവിടെ വന്നിട്ട് പോലും വളരെ കുറവാണ് ക്രൗഡ്. തിരക്കില്ലാ സമയത്താണ് ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗുഡ് ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഇവർക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. എല്ലാ തരം കോർട്ടുകളും റണ്ണിങ് ട്രാക്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. വലിയൊരു കോളേജ് ക്യാമ്പസിനേക്കാളും വലുതാണ് ഇവരുടെ ഈ സ്കൂൾ ക്യാമ്പസ്. നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മലയാള സിനിമകളും ഉൾപ്പെടും. ഗുഡ് ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ എൻട്രൻസ് ആണ്. ഇപ്പോൾ അടച്ചിട്ടേക്കുക, അതുകൊണ്ട് നമുക്ക് കയറി കാണാനൊന്നും പറ്റില്ല. ഈ കാണുന്ന വെൽബക്ക് റെസിഡൻസിയിലാണ് ഞങ്ങൾ ഊട്ടിയിൽ സ്റ്റേ ചെയ്തത്. പുറമേ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം ഷോയൊക്കെ തോന്നുമെങ്കിലും ഇത് അത്യാവശ്യം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ റൂംസും ഫെസിലിറ്റീസൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ബാത്റൂം മാത്രം ക്ലീൻ അല്ലായിരുന്നു. പിന്നെ ഊട്ടിയിൽ എല്ലായിടത്തും നല്ല റഷായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് 2 ദിവസം മുമ്പാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അധികം ഓപ്ഷനും കിട്ടിയില്ല ആ സമയത്ത് ബുക്ക് ചെയ്തപ്പോൾ. ഊട്ടിയിലുള്ള ഡോൾഫിൻ സ്നോസിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ നല്ല രസം, മൊത്തം ഒരു കാടിൻ്റെ അതേ പ്രതീതി നമുക്ക് തരും. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും നല്ല രസം, ചെറിയ ടൈലിട്ട റോഡ്, അതിൻ്റെ വട്ടം മരങ്ങൾ, പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഊട്ടിയിലുള്ള ഡോൾഫിൻ ഹൗസിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് തന്നെ, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നല്ല വിഷ്വൽ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കിട്ടും. ഇവിടെ ഒരു വാച്ച് ടവർ കണക്ക് പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് സമയം നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ച് ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല തണുത്ത കാറ്റ് ഇവിടെ അടിക്കും. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നമുക്കിവിടെ ഇരിക്കാൻ. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോവുക. ഇപ്പം കൂന്നൂരെത്തി. അപ്പോൾ ഇവിടെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. ഇനി എവിടെ നിർത്തുന്നില്ല.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.